ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എവിടെ എല്ലാവരും സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നൊരു ചെറിയ ഫ്ലോറ് ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറുത് സിമ്പിൾ, ഹെവി ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പലരും മെഹന്തി ഇടുന്നത് അവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇത് സിമ്പിൾ വർക്ക്, ഇതിനിപ്പോൾ എന്തിനാണ് പേയ്മെൻറ്റൊക്കെ മേടിക്കുന്നത്, ഇത് വെറുതെ 2 ഡിസൈൻ വരച്ചേക്കുന്നതല്ലേ ഉള്ളൂ എന്നാൽ പലവരുടെയും ധാരണ. പക്ഷേ ഇതുമുള്ള എഫേർട്ട് എന്താണെന്നുള്ളത് ഇതിനെ നിന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. എത്ര മണിക്കൂർ നമ്മൾ അധ്വാനിച്ചിട്ടാണ് നമുക്കവർ ഞാൻ ഒരു ബ്രൈഡൽ ഡിസൈനിങ് ഞാൻ സ്റ്റാർട്ടിങ് പഠിക്കണത് 2000 ആണ്. പക്ഷെ പലരും പറയണത് അതിനൊക്കെ ഉള്ള മെഹന്തി ഇടുന്നുണ്ടോ, അതിനുള്ളത് സംഭവമൊക്കെ ഉണ്ടോ എന്നാണ്. പക്ഷെ അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. സത്യം പറഞ്ഞാൽ ഒരു ബ്രൈഡൽ ലുക്ക്, അതായത് ഒരു മേക്കപ്പിൻ്റെ ആണ് എന്നുണ്ടെങ്കിൽ അവരെത്ര വേണമെങ്കിലും കൊടുക്കും. 25,000 കൊടുക്കും, അതിലേറെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത്രയൊന്നും ഞാൻ സ്റ്റാർട്ടിംഗ് ആയിട്ട് പഠിക്കുന്നത് 2,000 രൂപയാണ്. പക്ഷെ അതിലേറെ പഠിക്കുന്നവരും ഉണ്ട് കേട്ടോ. 3,000 പഠിക്കുന്നവരുണ്ട്, 4,000 പഠിക്കുന്നവരുണ്ട്, 5,000 പഠിക്കുന്നവർ ചിലപ്പോൾ. പക്ഷേ ഇവർ ഈ പറയുന്ന പോലെ ഒരു മേക്ക് ഓവറിനാണ് ഇതിൽ കയറി ചാർജെങ്കിൽ അവരത് കൊടുക്കും. അവർക്കത് യാതൊരു വിഷയമല്ല. അപ്പോൾ അവരത് എത്ര ക്യാഷാണെങ്കിലും അവർക്ക് വേണ്ടില്ല, അവർ ആ പറഞ്ഞ ക്യാഷ് അവർ കൊടുക്കും. പക്ഷെ മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ അതല്ല അവർ ചെയ്യരുത്. ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തൂടെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് പല ആൾക്കാരും കേട്ടോ. എല്ലാവരും ഞാൻ അടക്കം പറയുന്നില്ല, പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ നമ്മളിതൊരു 6-7 മണിക്കൂർ ഇരുന്ന് നല്ല എഫോർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ബ്രൈഡൽ ആർട്ടിസ്റ്റിനോട് ചോദിച്ചാൽ അറിയാം അവരുടെ ഇടങ്ങേറുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞതൊന്നുമല്ല കേട്ടോ, ഞാൻ പൊതുവേ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. എനിക്കിതുവരെ മോശം അനുഭവങ്ങളൊന്നും മെഹന്തി ജേണിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ ചെയ്ത വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നെക്സ്റ്റ് ഞാൻ ഇടുന്ന വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയും പുതിയ വീഡിയോസായിട്ട്